അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്വാഇമി ഫർഹതാൻ ഫർഹത്തുൻ ഹീന യുഫ്തിറു വഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമല്ലാ അവരുടെ സ്വഹീഹിലും ഇമാം തിർമിദി റഹിമഹുല്ലാ അവിടുത്തെ സുനനിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. നോമ്പുകാരൻ സന്തോഷിക്കുന്ന രണ്ട് സന്തോഷങ്ങളുണ്ട്. അതാണ് ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അതിലൊന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. അതെ, തൻ്റെ നാഥൻ കൽപ്പിച്ച നോമ്പ് എന്ന പുണ്യകർമ്മം പൂർണ്ണമായി നിർവഹിക്കുവാൻ സാധിച്ചതിലും, നോമ്പ് തുറക്കുന്നതോടുകൂടി നോമ്പ് സമയത്ത് തനിക്ക് വിലക്കപ്പെട്ടിരുന്ന അന്നപാനീയങ്ങളും മറ്റും അനുവദനീയമായതിലും ഉള്ള നോമ്പുകാരൻ്റെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അതെ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞ ആ നാഥനെ, അള്ളാഹുവിനെ നേരിട്ട് കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.